ഈ തൃശ്ശൂരത്തെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പോലും പ്രധാനപ്പെട്ട ആൾ പോലും പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് വിട്ട ഒരു നടൻ, ഡൽഹിയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ട ഒരു നടൻ, അദ്ദേഹത്തെ കാണാനില്ല, പരാതി കൊടുക്കണോ എന്നാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതെ, മൂപ്പരിരിക്കുന്ന പദവീൻ്റെ ഒരു മൂല്യം മറന്നിട്ടാണ്. ആ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെയൊക്കെ ബഹുമാനിക്കുന്നത്. അവരായിരുന്നു ഈ ട്രോള് ഡയലോഗ് വരാൻ പാടില്ലാത്തതാണ്. ഈ കന്യാസ്ത്രീയുടെ സുരേഷ് ഗോപി ആരാണ്? സുരേഷ് ഗോപി എന്നുള്ള സിനിമാ നടനല്ലല്ലോ. നിങ്ങൾ BJP താമര ചിഹ്നത്തിലല്ലേ വോട്ട് ചെയ്ത്, അല്ലാതെ ഓട്ടോറിക്ഷ ചിഹ്നത്തിലല്ലല്ലോ. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP കിട്ടുന്ന വോട്ടാണത്. അത് BJP അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവർ പ്രതീക്ഷയാണ് കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ സുരേഷ് ഗോപി പ്രത്യേകിച്ച് ഇടപെടാൻ ദുഷ്ടലാക്കാണ്. ദുഷ്ടലാക്ക് എന്ന് പറയും. അല്ല, ഒരു മറുപടി പോലും അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നടത്തുന്നതിനാ അയാളെ പാർട്ടി ഇടപെടുന്നില്ലേ? എന്തിനാ സുരേഷ് ഗോപി ഇടപെടുന്നത്? ഇനി ആ മനുഷ്യൻ എന്താ പ്രശ്നം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്താൽ കിടന്ന് ഓടുകയാണ്. ഓടി നടന്ന് പണിയെടുപ്പിക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വരുന്ന കൺട്രോൾ ചെയ്യണം നിങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ട് കാര്യങ്ങളുണ്ടായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വലിയ ഫുഡ് പോയ്സൺ വന്നാൽ നമുക്കറിയോ? അത് അദ്ദേഹത്തിന് പേഴ്സണൽ കാര്യമോ? അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് എന്താ ഒഫീഷ്യൽ പരിപാടി മുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ അത് പോകാം. ഇതൊരു മനുഷ്യനെ ടാർഗറ്റ് ഞങ്ങൾ ഇലക്ഷൻ തോൽപ്പിക്കാൻ നോക്കി, നടന്നില്ല. പിതാവ് വോട്ട് ചെയ്തൊന്നും എനിക്കറിയില്ല. അതായത് തൃശ്ശൂർ കുറേ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ മൂപ്പര് കിട്ടിയില്ല. അവർക്കത് വലിയ പരാതി ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.